ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എള്ള് കൊണ്ടൊരു ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. സത്യത്തിൽ നമ്മൾ എള്ളുണ്ട ഉണ്ടാക്കിയപ്പോൾ നമുക്ക് കറക്റ്റ് അത് തന്നെ ആ ഷേപ്പിലോ ഒന്നും കിട്ടിയില്ല. അപ്പോൾ അത് വെച്ച് നമ്മൾ ഉണ്ടാക്കി ടേസ്റ്റിയാണ്, ഹെൽത്തി ആണെന്ന് കണ്ടപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതാണ്. ഈ ഒരു ഐറ്റം നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടുന്നതിനും ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നതിനൊക്കെ നല്ല ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടി നമുക്ക് വേണ്ടത് എള്ള്, കറുത്ത എള്ളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരു കഷ്ണം ചുക്ക്, ശർക്കര ഒരു കഷ്ണം, നെയ്യ്, ഇത്രയാണ് നമുക്ക് വേണ്ടത്. ആദ്യം നമ്മൾ ശർക്കരേനെ ഉരുക്കിയെടുക്കുകയാണ് ആദ്യത്തെ സ്റ്റെപ്പ്. മുഴുവനെ ഇട്ടാൽ ഉരുക്കി കിട്ടാൻ നമുക്ക് ടൈം എടുക്കും. അതുകൊണ്ടാണ് ചതച്ചിട്ട് നമ്മൾ ഇട്ടിരിക്കുന്നത്. നമുക്ക് ഈ ശർക്കര ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നമ്മുടെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ബ്ലഡ് കുറവായിരിക്കും, അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു അടിപൊളി ഐറ്റമാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കണം. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് കറുത്ത എള്ളിനെ വറുത്തെടുക്കണം. തീ കുറച്ചിട്ട് വേണം വറുത്തെടുക്കാൻ, ഇല്ലെങ്കിൽ തീ കൂട്ടിയിട്ടാൽ അത് എള്ള് കരിഞ്ഞു പോകുന്നതിനും കയ്പ്പ് വരുന്നതിനും ഇടയാക്കും. എള്ള് ഏറ്റവും നല്ലൊരു ഐറ്റമാണ്, കാരണം നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഏറ്റവും അടിപൊളി ഒരു ഐറ്റമാണ്. നമുക്ക് ചുക്ക് ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. എരിവൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത് ഉറപ്പായിട്ടും സ്കിപ്പ് ചെയ്യരുത്. ചുക്കിന് നമുക്ക് ചതച്ചെടുത്ത് നമ്മുടെ ഈ ശർക്കര പാനീയത്തിലേക്ക് ചേർത്ത് കൊടുക്കണം. നല്ലൊരു സ്മെല്ലും കിട്ടും, എരിവും കിട്ടും, നമുക്ക് ദഹനത്തിനൊക്കെ നല്ലതാണ്. അതിനുശേഷം നമ്മൾ വറുത്തെടുത്ത എള്ള് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതും നമുക്കൊന്ന് ചതച്ചെടുക്കാം. മുഴുവനെ കിടക്കുന്നതിനെക്കാട്ടി നല്ല ഇച്ചിരി തരിതരിയായിട്ട് കിടക്കുന്നതാണ് അടിപൊളിയായിട്ടുള്ളത്. നമ്മുടെ അമ്പിളും വന്നിട്ടുണ്ട് വീഡിയോയിൽ. അവൾക്ക് ഏറ്റവും നല്ലൊരു ഇഷ്ടമുള്ളൊരു ഐറ്റമാണ്. അവളതോ എള്ളെടുത്ത് വെച്ച് കളിക്കുന്നുണ്ട്. അവൾക്കും കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. ഈ സമയത്ത് ശർക്കര നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് വറ്റിച്ചെടുക്കണം. തീ കൂട്ടിയിടരുത്. തീ കൂട്ടിയിട്ടാൽ ഇത് തിളച്ച് പൊങ്ങിപ്പോകുന്നതിന് ഇടയാക്കും. ഇതിൽ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച് ചുക്കിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഇനി നമുക്ക് ചതച്ചെടുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. എള്ള് ചേർത്ത് നമുക്ക് നല്ലവണ്ണം വയറ്റി കുറുക്കിയെടുക്കണം. നമ്മുടെ മുടി തൊഴിച്ചിലിനായാലും, എനിക്കൊരു ആയുർവേദ ഡോക്ടറാണ് ഈ എള്ള് കഴിക്കാൻ പറഞ്ഞു തന്നത്. കാരണം നല്ല ബ്ലഡ് കുറവുണ്ട് ശരീരത്തിൽ. എള്ള് എങ്ങനെ ഉള്ളിൽ പോയാലും നല്ലതാണ്. നമ്മൾ പുറമേ മാത്രം മുടി വളർച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പോരാ, ഉള്ളിൽ കൂടെ ചെയ്യണം. നമ്മുടെ ബ്ലഡ് ഉണ്ടാവുന്നതിന് ഏറ്റവും അടിപൊളി ഒരു ഐറ്റമാണ്. നെയ്യൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടുന്നതിന് സഹായിക്കും. ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്തും തീ നല്ല കുറച്ച് വയ്ക്കണം, ഇല്ലെങ്കിൽ ബ്ലു ആവുന്നതുകൊണ്ട് നമ്മുടെ കയ്യിലെ ദേഹത്തൊക്കെ തെറിക്കും. അതുകൊണ്ട് തീ കുറയ്ക്കണം. നമുക്കിനി നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് നല്ലവണ്ണം വറ്റിച്ച് കുറുക്കിയെടുക്കണം. ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടെ കട്ടിയാവും. ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ദിവസം ഒരു സ്പൂൺ വെച്ച് കഴിച്ചാൽ മതി. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടമായോ? അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ, ബൈ.